അങ്ങനെ ഇരിക്കെ തന്നെ ഒരു മുഴുനീള വേഷം ചെയ്യാനുള്ള അവസരം അശോകനെ തേടിയെത്തി. തന്റെ കൂട്ടുകാരോടും വീട്ടുകാരോടുമെല്ലാം തനിക്ക് സിനിമയിൽ അവസരം ലഭിച്ച വിവരം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അദ്ദേഹം ചെന്നൈയിലേക്ക് വണ്ടി കയറി. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അങ്ങനെ ഒരു വേഷമില്ലെന്നുള്ള സത്യം അദ്ദേഹത്തിന് മനസ്സിലായത്. അന്ന് പറ്റിക്കപ്പെട്ടതോർത്ത് സെറ്റിൽ നിന്ന് അദ്ദേഹം ഒരുപാട് വിഷമത്തോടെയാണ് ഇറങ്ങിയത്. പിന്നീട് സിദ്ദിഖ് ലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ ജനശ്രദ്ധ നേടുകയും അന്നത്തെ ഏറ്റവും ഹിറ്റ് സിനിമയാകുകയും ചെയ്തതോടെ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രവും ജനശ്രദ്ധ നേടുകയുണ്ടായി. അതിനുശേഷം 3 സീൻ എന്ന് പറഞ്ഞെടുത്തു നിന്ന് അദ്ദേഹത്തിന്റെ അഭിനയ പാഠവും കലാമികവും കൊണ്ട് 12 സീൻ എന്ന് ഉയർത്തപ്പെട്ട പാർവതി ഭരണയമായിരുന്നു പിന്നീട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വേറൊരു ചിത്രം. പാർവതി ഭരണയം ഹിറ്റായതോടുകൂടി ഹരിശ്രീ അശോകൻ എന്ന പേരും ആൾക്കാരുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെട്ടു. അതിനുശേഷം ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ഹരിശ്രീ അശോകന് ഭാഗ്യം ലഭിച്ചു. അത് ജനശ്രദ്ധ നേടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അംഗീകാരം. പഞ്ചാബി ഹൗസ്, മീശമാധവൻ, പറക്കും തളിക, CID മൂസ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ചിത്രങ്ങളായിരുന്നു. പിന്നീട് ഹരിശ്രീ അശോകൻ ദിലീപ് കോമ്പിനേഷനിൽ വന്ന എല്ലാ ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഉള്ളിൽ ചിരി പടർത്തുന്നതായിരുന്നു. ഒരുപക്ഷെ താടി വെച്ച് ഏറ്റവും അധികം ചിത്രം അഭിനയിച്ച ഒരു നടനും കൂടിയായിരിക്കും ഹരിശ്രീ അശോകൻ.